വചനം ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തിൽ. വചനം വചനം ദൈവത്തിൻ വചനം. വചനം വചനം ദൈവത്തിൻ വചനം. പേര് ഞാൻ മറന്നുപോയി. ആൻഡോ. ആഹാ, അല്ല, ആൽബർട്ടിന്റെ ചേട്ടനല്ലേ? അതെ. അത് പിന്നെ ആൻഡോ, ആ ജോണിയേട്ടനില്ലേ, ആ കുരിശുകളുടെ അടുത്തുള്ള? ആ, മനസ്സിലായി. ആ KSRTC ഉണ്ടായല്ലേ? അതെ, അത് തന്നെ. ആ ഡ്രൈവർ. മനസ്സിലായെന്നേ. പറഞ്ഞോ, ആ ജോണിയേട്ടനെ കുറിച്ച് വല്ലതും പറയാനാണോ? അത് പിന്നെ ആൻഡോ, ഒരു കാര്യം പറയാനാണ്. ഓ നാശം. ഒരു മിനിറ്റാ. ആ ഹലോ, എടാ രാധാകൃഷ്ണൻ പറയടാ. എടാ ഞാനിപ്പോൾ സോളമനെ വിളിച്ച് പറഞ്ഞതല്ലേ. ആ ശരി ശരി, വെറുതെ നീ. ഞാനിപ്പോൾ വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ. ഈ സോളമൻ. ആ സോളമൻ. ഞാൻ ആൻഡോ. ചേട്ടൻ വിളിച്ച് പറഞ്ഞത് സോളമനോട്. അതെ അതെ. അപ്പൊ ആൻഡോ, ആ ജോണേട്ടനെ ഒരു വണ്ടി ഒന്ന് തട്ടി. ഒരു ടെമ്പോ പിന്നിലേക്ക് എടുത്തപ്പോഴേ പുള്ളിക്കാരൻ പിന്നിലേക്കൊന്ന് മാറിയതാ. അപ്പൊ വേറൊരു 2 വീലറേ, ഒന്നും പറയണ്ട. അപ്പൊ ഞാൻ ആ വഴി വന്നതുകൊണ്ട് ഞാൻ കൊണ്ടുപോയി ആശുപത്രിയിലാക്കി. അതൊന്നും അങ്ങനെ വീട്ടിലൊന്ന് പറഞ്ഞേക്കാവോ? ഏതാശുപത്രിയാണ്? ഹോ, ഇവൻ ഈ കട്ടായി. വെറുതെ ഒരു കാര്യമില്ലാതെ വിളിക്കണേ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട്. അപ്പൊ ആരോ ഒന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞേക്കാം. ഷാട്ടി, അതൊക്കെ ഞാൻ റെഡിയാക്കി തരാം. ഓക്കെ. ശരി എന്നാ. ശരിയെന്നാ. ഓക്കെ. ഇങ്ങനിത് ഏതാശുപത്രി പറഞ്ഞില്ല. എടാ ആൻഡോ. എന്താടാ ചായ കുടിക്കാൻ വന്ന? അതെ. എന്നിട്ട് അങ്ങോട്ട് വന്നില്ല? എടാ അതല്ലടാ ഇപ്പൊ പ്രശ്നം. പ്രശ്നോ? എന്ത് പ്രശ്നം? എടാ ഡ്രൈവർ ജോണേട്ടനില്ലേ? KSRTC അങ്ങനെ ഒരു വണ്ടി തട്ടി. നീ എന്തൊരു മനുഷ്യനടാ. അതിന് ഞാനല്ല. നീയല്ല, ഒരാളെ വണ്ടി ഇടിച്ച കാര്യം ഇങ്ങനെ നിസ്സാരമായിട്ടാണ് പ്രസന്റ് ചെയ്യണത്. നിന്നെ സമ്മതിക്കണം. നീ എത്ര നിസ്സാരമായിട്ടാണ് പറഞ്ഞത്. എവിടെ വെച്ചാണ്? ഏത് വണ്ടിയാ? അതറിയില്ല. എന്റെ കൂടെ പഠിച്ച ആൽബർട്ടിന്റെ ചേട്ടനില്ലേ? ഒരാളെ വണ്ടി ഇടിച്ച കാര്യം പറയുമ്പോ നിന്റെ കൂടെ പഠിച്ച കൂട്ടുകാരന്റെ അനിയന്റെ കാര്യം പറയണ എന്തിനാ? അതല്ലെന്ന്. പിന്നെ ആ ആൽബർട്ടിന്റെ ചേട്ടനാണ് ഇവിടെ വന്ന് എന്നോട് പറഞ്ഞത്. എങ്ങനെ? അതായത് ആ ടെമ്പോ ഇല്ലേ? ടെമ്പോയാ? ചേടാ, അപ്പൊ സംഗതി സീരിയസ് ആണല്ലോ. ടെമ്പോ ബാക്കിലേക്ക് എടുത്തപ്പോ എടാ ടെമ്പോ ഒക്കെ ബാക്കിലേക്ക് എടുക്കുമ്പോ അതിന്റെ പുറകിൽ പോയി ആരെങ്കിലും നിക്കോ? അത് ഡ്രൈവർക്ക് കാണാൻ പറ്റുമോ? എടാ, ഇത് അവരുടെ വീട്ടിലറിയിച്ച? ഇല്ല. ആ ജോൺസൺ ചേട്ടന് എന്തോ അത്യാവശ്യം ഉണ്ടെന്ന്. അങ്ങനെയാണ് എന്നോട് ജോണേട്ടന്റെ വീട്ടിൽ അറിയിക്കുവാന്ന് ചോദിച്ചത്. എന്നിട്ട് അതും കേട്ടിട്ട് നീ ഇവിടെ ഇങ്ങനെ വെറുതെ നിൽക്കുക? അയാളിപ്പോ ഇതും പറഞ്ഞിട്ട് അങ്ങോട്ട് പോയല്ലേ ഉള്ളൂ. ആൻഡോ, ഇത് സംഗതി കേട്ടിടത്തോളം സീരിയസ് ആണ് ട്ടാ. അല്ല, ഏത് ഹോസ്പിറ്റലാന്നാ പറഞ്ഞത്? അത് പറഞ്ഞില്ല. എടാ ആൻഡോ, നീ കളിക്കണ? ഏത് ഹോസ്പിറ്റലാന്ന് അറിയില്ല. അന്ന് ഞാൻ ചോദിച്ചതാണ്, പുള്ളി പറഞ്ഞില്ല. ആ പുള്ളിക്കാരൻ നല്ല ധൃതിയിലായിരുന്നു. എടാ, എന്ത് ധൃതിയാണെങ്കിലും ശരി. എടാ, ഒരാളെ ആക്സിഡന്റ് ആയി ആശുപത്രിയിലായ കാര്യം പറയുമ്പോഴേ അത് ഏത് ആശുപത്രിയിലാണെന്നുള്ള കാര്യമല്ല ആദ്യം പറയേണ്ടത്. ആൻഡോ, ഞാൻ വീണ്ടും പറയുകയാണ്, ഇതില് എന്തോ കുഴപ്പമുണ്ടാ. വാക്കുകളേറുമ്പോൾ തെറ്റ് വർദ്ധിക്കുന്നു. വാക്കുകളെ നിയന്ത്രിക്കുന്നവന് വീണ്ടും വിചാരമുണ്ട്. സുഭാഷിതങ്ങൾ 10-ാം അധ്യായം 19-ാം വാക്യം. എന്തു കുഴപ്പം? എടാ, ആ ജോണിയറിന്റെ നമ്പർ നിന്റെ കയ്യിലുണ്ടാ? ഇല്ല. എന്റെ കയ്യിലും ഇല്ലല്ലോ. ഒരു കാര്യം ചെയ്താലോ, നമുക്ക് അംബ്രോസിനെ കട ചോദിച്ചാലോ? ഇനിയേ ഓരോ സമയവും വളരെ വിലപ്പെട്ടതാണ്.
നമ്പർ അന്വേഷിച്ച് കിടന്ന് സമയം കളയാതെ ഉണ്ടല്ല, നമുക്ക് എത്രയും പെട്ടെന്ന് ജോണിയേട്ടന്റെ വീട്ടിൽ അറിയിക്കാം. നീ വണ്ടി എടു. അല്ല, നിനക്ക് വണ്ടിയില്ലേ? ആ എന്റെ വണ്ടിയിൽ ഇവിടെ ഇരിക്കണത്. എങ്കി വാടാ. ദേ, നമ്മള് വൈകിയത് കൊണ്ടേ ആ. ജോണിയേട്ടന് ഒന്നും സംഭവിക്കരുത്. ഓ എനിക്കിത് കേട്ടിട്ട് പേടിയാണ്ടാപ്പാ. യാൻഡോ, ഇത് പേടിക്കേണ്ട കാര്യം തന്നെയാണ്, അല്ലാതെ തമാശ പറയാനുള്ള കാര്യമാണ് ഇത്. ഒന്നാമത്തെ കാര്യം, നിന്നോട് ജോണിയേട്ടൻ വണ്ടി ഇടിച്ച് ആശുപത്രിയിലായ വിവരം പറഞ്ഞ ആള് പെട്ടെന്ന് ഇവിടെ നിന്ന് പോയി കളഞ്ഞു. രണ്ടാമത്തെ കാര്യം, ഏത് ആശുപത്രിയിലാണെന്നുള്ള കാര്യം നിന്നോട് പറഞ്ഞിട്ടില്ല. മൊത്തം ആകെ ഒരു ദുരൂഹതയുണ്ട്. ഇനി എനിക്ക് സംശയം ഈ ജോൺസൺ തന്നെയാണ് അമ്മ. എന്ത്? എടാ, ഈ ജോൺസൺ തന്നെയാണ് ഈ ജോണേട്ടനെ വണ്ടി ഇടിച്ച് കൊല്ലാൻ നോക്കിയേക്കണത്. കൊല്ലാൻ? പിന്നല്ലാതെ. എടാ ആൻഡോ, ഇത് പഴയ കാലമൊന്നുമല്ല. ചില മനുഷ്യർക്കേ ചില സമയത്ത് ചെകുത്താന്റെ മൈൻഡാകും. അത് നമുക്ക് ഉള്ളിൽ കയറി നോക്കാം. ഉചിതമായ സമയം വരെ ബുദ്ധിമാൻ മൗനം പാലിക്കും. പൊങ്ങച്ചക്കാരനും ഭോഷനും സമയനോട്ടമില്ല. പ്രഭാഷകൻ 20-ാം അധ്യായം 7-ാം വാക്യം. പറ്റുമോ? എന്നാ നമുക്ക് ഇതിൽ ഇടപെടണം. കണ്ട, നിന്റെ ഉള്ളിലും ചെകുത്താൻ തലമുക്കിയത് കണ്ട. ഒരാപത്ത് ഘട്ടത്തിലുള്ള ഒരു മനുഷ്യന്റെ അവസ്ഥ അവരുടെ വീട്ടിൽ പറയാതെ മുങ്ങാൻ തോന്നാന്ന് പറഞ്ഞ നിന്റെ മനസ്സ് കണ്ട. നിന്റെ അടുത്തുനിന്ന് ഇങ്ങനെ ഒരു മറുപടി അത് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്നാ നമുക്ക് പറയാം. ആ, അങ്ങനെ ചിന്തിക്കുക, അങ്ങനെ പറയും. അതാണ് മനസ്സിൽ നന്മയുള്ളവരുടെ ലക്ഷണം. എന്റെ മാട്ടനെ, എന്റെ ഉള്ളിൽ നിറച്ച് നന്മ തന്നെയാണ്. പക്ഷെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് പേടിച്ചിട്ടാ. ഞാൻ അങ്ങനെ ഒരു വിഷയം കേട്ട കണ്ട അത് തലനാരിഴ കീറി ചിന്തിക്കും, ചോദിക്കും. അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഗുണമേ ഉണ്ടാവൂ. നീ പേടിക്കണ്ട, നമ്മൾ രണ്ടുപേരില്ലടാ. പിന്നെന്താ, നീ ധൈര്യത്തിന് വണ്ടിയെട്. ഇനി അഥവാ ജോണിയേട്ടൻ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ നമ്മൾ അവരുടെ വീട്ടിൽ ചെല്ലുന്നു, വീട്ടുകാരെ ആശ്വസിപ്പിക്കുന്നു. അവിടെ നിന്ന് നമ്മൾ ആശുപത്രിയിൽ ചെന്നിട്ട് അവിടെ പോയത്. നീ നിർത്തിക്കേ, എന്റെ വണ്ടി കയറിക്കേ. ഓ, ഏയ് ജോയ്. ആ, എന്താടാ മാറ്റനെ? ആൻഡോ, എടാ ജോയ്, ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താടാ? അതൊന്ന് നമുക്ക് സ്മൂത്തായിട്ട് കൈകാര്യം ചെയ്യണം. അപ്പുറത്തെ ആ ജോണേട്ടനില്ലേ? അതെ, ചേട്ടൻ പുറത്തെവിടെ പോയിരിക്കുക? ഇപ്പം ഞാൻ ആ മേരി ചേച്ചിയായിട്ട് സംസാരിച്ചതേ ഉള്ളൂ. ചേച്ചി ആ പോളിയറിൻ്റെ വീട്ടിൽ കയറിയിട്ടുണ്ട് അവരുടെ അമ്മിച്ചിനെ കാണാനേ. ഞാനും എൻ്റെ വീട്ടിലോട്ടും പോന്നു. നീ ഒന്ന് നിർത്തുവോ? എന്നിട്ട് ഞങ്ങൾ പറയണത് ക്ഷമയോടെ ഒന്ന് കേൾക്ക്. ചാടിക്കേറി ഒന്നും ചെയ്യരുത്, പറയരുത്. എന്താ? ആ മേരി ചേച്ചി ഇവിടെ ഉണ്ടാ? ഉണ്ട്. എന്താ വിളിക്കണോ? ഏയ് വിളിക്കാനും വേണ്ട. ആ ജോണിയുടെ ആക്സിഡന്റ് പറ്റി. ഈശ്വര, എപ്പോ? ആക്സിഡന്റ് എന്ന് പറഞ്ഞ ഒരു ടെമ്പോ ഇടിച്ചതാ. എന്നിട്ട് ആളിപ്പോ ആശുപത്രി കിടക്കണ്. ഏതാശുപത്രിലാ? എന്താടാ, ഏതാശുപത്രിലാ? അതല്ലേ രസം. സോറി, പ്രശ്നം. എടാ, ഹോസ്പിറ്റൽ ഏതാണെന്ന് അറിയില്ല. ഇവനോട് ആ ആൽബർട്ട് എന്ന് പറഞ്ഞ ആളാ വിവരം പറഞ്ഞത്. ആൽബർട്ട് അല്ല, ആൽബർട്ടിന്റെ ചേട്ടൻ ജോൺസൺ. അതെന്തെങ്കിലും ആകട്ടെ, ആക്സിഡന്റിന്റെ വിവരം പറഞ്ഞ ആളെ ആശുപത്രിയുടെ കാര്യം പറയാതെ ധൃതിയിൽ അങ്ങോട്ട് പോയി. അതെ അതെ. ആ, ഇനി പറഞ്ഞ ജോൺസൺ തന്നെയാണോ ഈ ജോണിയാന്റെ വണ്ടി ഇടിപ്പിച്ചത്? കണ്ട, ഈ സംശയം ഞാൻ ഇവനോട് പറഞ്ഞതാണ്. ഇത് ആദ്യം കേട്ടപ്പോ നമുക്ക് തോന്നിയ സംശയം ഉണ്ടല്ല, അത് ഇവനും തോന്നിയാ മതിയായിരുന്നു. ആളെ കൈയോടെ അപ്പൊ തന്നെ പൊക്കാമായിരുന്നു. നിന്റെ വാക്കുകളിൽ പൊരുത്തക്കേടുണ്ടാകരുത്. കേൾക്കുന്നതിൽ ജാഗരൂകതയും മറുപടി പറയുന്നതിൽ അവധാനവും കാട്ടുക. പ്രഭാഷകൻ 5-ാം അധ്യായം 10-11 വാക്യങ്ങൾ. ഇതിപ്പോ ഇനി എന്താ ചെയ്യാ? അല്ല, ഈ ജോണിയേട്ടന്റെ ഫോണിലേക്ക് വിളിക്കാൻ ജോണിയേട്ടന്റെ നമ്പറും ഇല്ലേ? ആ, അത് ശരിയാണല്ലോ. നമ്പർ എൻ്റെ കയ്യിലുണ്ട്. ആണോ? ദേ, ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം.
ഛേ, ഇതാദ്യം തന്നെ ഇവനോട് പറഞ്ഞാൽ മതിയായിരുന്നു. വിളിച്ച് ജോണിയേട്ടനെ കിട്ടിയിരുന്നെങ്കിൽ ഈ പ്രശ്നം മുഴുവൻ സോൾവ് ആയാനെ. അതല്ലെങ്കിലും ചില കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം തോന്നൂല. ഏയ് ഇത് റിങ്ങാവുണ്ട്, പക്ഷെ എടുക്കണില്ല. എങ്ങനെ എടുക്കും? ആള് ബോധമുണ്ട് കിടക്കുകയാണെങ്കിലാ? മറ്റാർക്കെങ്കിലും എടുക്കാലോ അത്. ഇനി ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് വെച്ചേ ഇടിയുടെ ആഘാതത്തിൽ ഫോൺ തെറിച്ച് വല്ല കുറ്റിക്കാട്ടിലോട്ടോ കാണയിലോക്കെ വല്ലതും പോയതായിരിക്കോ? ഏയ് ഇങ്ങനെ താളം തട്ടിട്ട് ഒരു കാര്യമില്ല. എന്തെങ്കിലും ഉടനെ ചെയ്യണം. ഇത് മേരി ചേച്ചി അറിയിക്കണോ അതോ വേണ്ട? നമുക്ക് ആ ജോണിച്ചേട്ടൻ്റെ അളിയൻ ബേബിക്കുട്ടനെ വിളിക്കാം. മേരി ചേച്ചിയുടെ ആങ്ങളെ അവനാവുമ്പോൾ നമുക്കിത് കുറച്ചുകൂടി ലാഘവത്തോടെ കൈകാര്യം ചെയ്യാൻ പറ്റും. അവനപ്പോൾ നമ്മളറിയുന്ന ആളുമാണല്ലോ. എങ്കിൽ വിളിക്ക് ജോയി. അതെ. ഹലോ ജോയി. ഹലോ ബേബിക്കുട്ടാ. എന്താ ജോയി? അതെ, ചെറിയൊരു പ്രശ്നമുണ്ട്. കാര്യം പറ ജോയി. നിന്റെ അളിയന് ചെറിയൊരു ആക്സിഡന്റ് പറ്റി. എപ്പോ? അത് കൃത്യമായിട്ട് അറിയില്ല. ഏത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്? അത് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. ഏതാ ഹോസ്പിറ്റല്? അതറിയില്ല. അത് ഹോസ്പിറ്റലാക്കിയ ആള് ഹോസ്പിറ്റലിന്റെ പേര് പറഞ്ഞായിരുന്നു, പക്ഷെ കേട്ടയാളത് മറന്നുപോയി. ആശുപത്രി പറഞ്ഞില്ലെന്ന്. നീ മിണ്ടല്ലേ? നീ മിണ്ടായിരുന്നേ. നീ ഇതിന്റെ ഇടയിൽ സംസാരിക്കല്ലേ? ആ ഓക്കെ. ഞാനിപ്പോ എന്റെ വീടിന്റെ മുന്നില് ഈ വിവരം പറഞ്ഞവരോടൊപ്പം നിപ്പുണ്ട്. എന്താ ജോയി പറയണത്? എങ്കിൽ അവരോട് ഒന്നുകൂടി ചോദിക്ക്. ബേബിക്കുട്ട ആശുപത്രി കൊണ്ടുപോയത് ഇവരല്ല. ആശുപത്രി കൊണ്ടുപോയ വിവരം പറഞ്ഞു കേട്ടവരാ ഇവിടെ നിൽക്കുന്നത്. ആശുപത്രി കൊണ്ടുപോയെന്ന് പറഞ്ഞ ആള് പോയി. ശരി ശരി, ഞാനിപ്പോൾ അങ്ങോട്ട് വരാം. പെട്ടെന്ന് വാ, എന്നിട്ട് വേണം നമുക്ക് ഈ കാര്യം മേരി ചേച്ചിയോട് പറയാൻ. ആ ശരി ശരി, ഓക്കെ. ഇനിയിപ്പോൾ ഏത് ഹോസ്പിറ്റലാണെന്ന് എങ്ങനെ അറിയും? ഏതായാലും മേരി ചേച്ചി അവിടെ ഉണ്ടെന്ന് ഞാൻ നോക്കട്ടെ. ഇനി വീട്ടിലേക്ക് എങ്ങും പോയാവോ? എല്ലാവരും ഒരുമിച്ച് പോണ്ട. അത് ശരിയാ. ഇനിയിപ്പോ നമ്മളെല്ലാവരും കൂടി അങ്ങോട്ട് ചെന്നാൽ അവർക്ക് സംശയം തോന്നിയാലോ? അതെ. ആ ഞാൻ പോയി നോക്കിയിട്ട് വരാം. ആ ചേച്ചി പോയിട്ടില്ല. നിങ്ങൾ നിൽക്കട്ടോ, ഒരു മിനിറ്റ്. എന്താ ജോയി പ്രശ്നം? ബേബി കുട്ടിയല്ലേ? അതെ അതെ, എനിക്കറിയാം. ഞാൻ മാർട്ടിൻ, ഇത് ആൻഡോ. ഈ ആൻഡോ റോഡിൽ നിൽക്കുമ്പോഴാണ് ഒരാള് വന്നിട്ട് ജോൺസൺ ചേട്ടൻ. ആ അയാള് പറഞ്ഞു ജോണിയേട്ടന്, അതായത് അളിയനെ ആക്സിഡന്റ് ആയിന്ന് പറഞ്ഞു. ആ പറഞ്ഞ ആള് പെട്ടെന്ന് പോവുകയും ചെയ്തു. ഞാൻ വന്നപ്പോ ആ കാര്യം ഇവൻ എന്നോട് പറഞ്ഞു. ഞാൻ ഇവനെയും കൂട്ടി അളിയന്റെ വീട്ടിലേക്ക് പോയതാണ്. അപ്പോഴാണ് ഞങ്ങൾ ഈ ജോയിനെ കണ്ടത്. ഇവൻ പറഞ്ഞ കാര്യം ഞാൻ ജോയിനോടും പറഞ്ഞു. ഇവര് പറഞ്ഞ കാര്യമാണ് ഞാൻ നിനക്ക് ഫോൺ ചെയ്ത് പറഞ്ഞത്. അതെ. എന്താ ഇപ്പൊ ചെയ്യാ? ഹോസ്പിറ്റലും ഏതാണെന്ന് അറിയില്ല. അളിയന്റെയും ചേച്ചിയുടെയും നമ്പറിൽ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. അളിയന്റെ ഫോൺ ചിലപ്പോ ആ ആക്സിഡന്റിൽ മിസ്സായിണ്ടാവും, പക്ഷെ അത് റിങ് ചെയ്യണ്ടെന്നേ. മേരി ചേച്ചിയുടെ ചിലപ്പോ സൈലന്റ് ആയിരിക്കും. അല്ല, അതിന് ചേച്ചി വീട്ടിലുണ്ടല്ലോ. ആഹാ, ചേച്ചി അവിടെ ഉണ്ടോ? ആ ഈ പോളിയന്റെ വീട്ടില്. എങ്കി വാ. ആ ബേബിക്കോട്ടോ നിന്നേ. നിനക്ക് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കാര്യപ്രാപ്തിയൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. എന്നാലും നീ ചാടിക്കയറിയൊന്നും പറയരുത്. സാവകാശം പറഞ്ഞാൽ മതി. അതെ, നിങ്ങൾ ഇവിടെ നില്ലേ, എന്നിട്ട് ജോയി പോയി വിളിച്ചിട്ട് വരട്ടെ. അപ്പൊ ബേബിക്കുട്ടന് സാവകാശം പെങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യാം. അതെ. ആ എന്നാ ചേച്ചി വിളിക്കാം. ആ എന്നാ ശരി, ചേട്ടൻ വരാൻ നേരമായിട്ടുണ്ട്, ഞാൻ പോവാ. ആ ജോയി, ആ എല്ലാരും ഉണ്ടല്ലോ ഇവിടെ. ബേബിക്കുട്ടാ, നീ എന്താ ഇവിടെ? നീ എപ്പോ വന്നു?
അയ്യോ എന്താടാ മോനെ, എന്താ അപ്പനും അമ്മയ്ക്കും വല്ലതും പറ്റിയോ? അളിയൻ ആ, ചേട്ടൻ എന്ത് പറ്റി? അല്ലേ ചേച്ചി, അത് അളിയൊന്നും പറ്റിയിട്ടില്ല. ജോണേട്ടന് ചെറിയൊരു ആക്സിഡന്റ്. എന്റെ ദൈവമേ, എന്റെ ചേട്ടന് എന്ത് പറ്റി? അയ്യോ. ചേച്ചി അങ്ങനെ വിഷമിക്കാനൊന്നുമില്ല. ആളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ചേച്ചിയുടെ ഫോണിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ നേരെ ആശുപത്രിയിലോട്ട് പോയാ പോലെ. ചേച്ചി ഹോസ്പിറ്റലാണെന്ന് അറിയില്ല. മേൽക്കുട്ടാ, കരയല്ലേ അടക്ക്, മോനെ? മേൽക്കുട്ടാ. എടാ കരയല്ലേടാ, നീ വീട്ടിലേക്ക് വാ, വേഗം വാ, ഞാൻ എന്റെ ഫോണിൽ നിന്ന് വിളിക്കാം. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. ഫിലിപ്പി 4:6 എടാ ഞാൻ വിളിച്ച എന്റെ ചേട്ടൻ എവിടെയാണെങ്കിലും എടുക്കും. നീ വാ, വേഗം വീട്ടിലേക്ക് വാ. അയ്യോ. എടാ മോങ്ങല്ലേടാ. പൊന്നേ, ഇവനെ കൊണ്ട് എന്റെ ദൈവമേ, അയ്യോ. എടാ നീ എന്തിട്ട് കാണിക്കുന്നത്? നീ ഒന്നും ഉണ്ടായാലും കരയായിരുന്നത്. എന്റെ ബേബി എടാ, നിങ്ങൾ മേൽക്കുട്ടാ. കരയാതിരിക്കും. പൊന്നോ. ഛേ, ജീവനോടെ നെഞ്ചു വിരിച്ച് നടന്നു വന്ന ഒരാളെ കുറിച്ചേ ഇങ്ങനെ ഒരു ദുരന്ത വാർത്ത പറയാൻ നിനക്കൊക്കെ എങ്ങനെ മനസ്സ് വന്നൂടാ? നിനക്കൊക്കെ അല്ല, എനിക്ക് ഈ വിധക്കേടിൽ ഒരു പങ്കുമില്ല. എല്ലാം ചിന്തിച്ചു കൂട്ടി ഈ അവസ്ഥയിൽ എത്തിച്ചതേ ദേ ഇവൻ ഒറ്റെടുത്തനാ. അല്ലടാ, അത് പിന്നെ ഞാനൊരു സഹായം ചെയ്യാൻ വേണ്ടിട്ട്. എന്ത് സഹായം? ജീവനോടെ ഇരിക്കുന്ന ഒരാൾ ചത്തുപോയെന്ന് പറയുന്നതാണോ സഹായം? എടാ എന്തൊക്കെയായിരുന്നു? ഇത്രക്ക് നിസ്സാരമായിട്ടാണോ ഒരു ആക്സിഡന്റിന്റെ കാര്യം പറയുന്നത്? ഇതിലെന്തോ കുഴപ്പമുണ്ട്, ദുരൂഹതയുണ്ട്. ദേ, നീ അത് പറയരുത്. എന്ത്? അത് പറയരുത് കേട്ടാ. എന്താന്ന്? അന്നേരത്തെ നിന്റെ ആക്സിഡന്റിന്റെ വർത്താനം കേട്ട് കഴിഞ്ഞാലുണ്ടല്ല, അങ്ങനെയൊക്കെ ചിന്തിക്കുകയും പറയുകയും ചെയ്തു പോവും. ടെമ്പോ പുറകിലോട്ട് എടുത്തപ്പോ അതിന്റെ അടിയിൽപ്പെട്ട് ജോണേട്ടൻ ചതഞ്ഞിരുന്നത് ഞാൻ പറഞ്ഞ. അങ്ങനെ നീ പറഞ്ഞില്ല. ആ, ബാക്കിയെല്ലാം നീ ആലോചിച്ച് മെനഞ്ഞെടുത്താണ്. ആക്സിഡന്റ് ആയതിനെ ആക്സിഡന്റ് ആയില്ല എന്ന് പറഞ്ഞെടുക്കാൻ പറ്റുമോ? അതിന് ആക്സിഡന്റ് ആയോ, എപ്പോ, എവിടെ വെച്ച്, പിന്നെ ടെമ്പോ പുറകിലൊക്കെ എടുത്തപ്പോ ഒന്ന് തട്ടിയപ്പോ, പിന്നെ ബേക്കിലൊക്കെ പോയിരുന്ന പിന്നെ ആര് കാണാനാണ്? ഇത് അവരുടെ വീട്ടിൽ അറിയിച്ചോ? വണ്ടി ഇടിച്ച് ആശുപത്രിയിലായ വിവരം പറയാൻ വന്ന ആള് ധൃതിയിൽ ഇവിടുന്ന് പൊയ്ക്കളഞ്ഞില്ലേ? ആള് ഏത് ആശുപത്രിയിലാണെന്ന് പറഞ്ഞിട്ടില്ലാതെ ഇനി എന്തോ ഒരു ദുരൂഹതയില്ലേ? അതുകൊണ്ട് ആ വിവരം അവരുടെ വീട്ടിലൊക്കെ അറിയിക്കണമെന്നൊക്കെ പറഞ്ഞില്ലേ? പോരുന്ന വഴി ഇവനോടും പറഞ്ഞു. ഇവൻ ആ ബേബിക്കുട്ടനൊക്കെ വിളിച്ച് വരുത്തിയില്ലേ? ഈ പ്രശ്നം ഇത്രയും വഷളാക്കിയത് നീ ഒറ്റടുത്തനാണ്. ഓ, എന്നാലും നീയൊക്കെ ആ വിവരം എന്നോട് പറഞ്ഞപ്പോ തന്നെ ആ ബേബിക്കുട്ടിനെ വിളിച്ചു വരുത്തുകയും അവനത് പെങ്ങളോട് ആ മേരിക്കുട്ടിയോട് പറയാൻ പോയപ്പോ അവനെ തടഞ്ഞ് ഞാൻ ചെന്ന് അവരോട് പറഞ്ഞതും അതും ഇവന്റെ ബുദ്ധിയല്ലേ? പിന്നെ അവനെന്ത് ലോല ഹൃദയനാടാ. ആ തടിയും വെച്ചിട്ട് അവനെ കരച്ചിൽ കണ്ടില്ലേ? അവനൊന്നും വിളിക്കട്ടെ ഒരു കാര്യമില്ലായിരുന്നു. ആദ്യം തന്നെ ആ മേരി ചേച്ചിയോട് പറഞ്ഞാൽ മതിയായിരുന്നു. അവർക്ക് ഇതിന് കരച്ചിലൊക്കെ ഉണ്ടെങ്കിലേ നല്ല മനക്കട്ടിയല്ലേ? ഞാൻ അതല്ല പറഞ്ഞത്. എനിക്കിതിൽ വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഒടുവിൽ എന്തായി? വണ്ടി ഇടിച്ച് തട്ടിപ്പോയിന്ന് വരെ പറഞ്ഞ ആളെ ജീവനോടെ തിരിച്ചു വന്നില്ലേ? ആ ജോണേറിന് കാര്യങ്ങളങ്ങ് പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് മുമ്പേ അവിടെ നിന്ന് ഇറങ്ങി ഓടിയതുകൊണ്ട് അടി കൊള്ളാണ്ട് രക്ഷപ്പെട്ടു. ഇപ്പൊ നാട് മുഴുവൻ അങ്ങനെ മരിച്ചു എന്ന് അറിഞ്ഞേക്കണത്. നീ ആ 12,000 ഗർവാസീസിനോട് പറഞ്ഞാണ് ഈ മൊത്തം നാട്ടിൽ പാട്ടാകാൻ കാരണം. അത് പിന്നെ ഇങ്ങനെയൊക്കെ ആവുമെന്ന് എനിക്കറിയാം. എടാ നീ ഫ്ലക്സ് അടിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടാ? പിന്നെ അത് കൊടുക്കാതിരിക്കോ? ഫോട്ടോ കിട്ടാത്തതുകൊണ്ട് ഞാനത് വിളിച്ച് ക്യാൻസൽ ചെയ്ത. ഓ ഭാഗ്യം. ദേ, ഇനിയിപ്പൊ അത് കള. പോയ ബുദ്ധി ആന പിടിച്ചാ കിട്ടുമോ? ഇല്ല ഇല്ല. പിന്നെ ജോയി, നീ ചാടിക്കേറി ഇതിലിടപെട്ടത് നന്നായി. അല്ലെങ്കിൽ ഞങ്ങൾ ഒറ്റക്കായി പോകില്ലായിരുന്നു. സത്യം. തൽക്കാലം നമുക്ക് ആ ജോണേന്റെ മുന്നിൽ നിന്ന് മാറിയേക്കാം. ആ അതാണ്, അത് ബുദ്ധിയാണ്. പറ്റുമെന്ന് പറഞ്ഞിട്ട് ആ വന ആരാന്ന് നോക്കി. ജോണേട്ടനാ? അതെ, നമുക്ക് ഓടാം. പിന്നെ അല്ലാണ്ട് നീ അവിടെ നിന്നേ. എന്താണ്? ഇനി അവന്റെ ബുദ്ധി കേൾക്കണോ? എന്താണെങ്കിലും വരുന്നിടത്ത് വെച്ച് നമുക്ക് കാണാം.
നിന്റെയൊക്കെ ക്രിമികടി കഴിഞ്ഞോ? എന്റെ ചാവിന്റെ പബ്ലിസിറ്റി കഴിഞ്ഞോന്ന്? ചേട്ടാ അതൊരു അബദ്ധം പറ്റിപ്പോയതാ, ചേട്ടൻ ക്ഷമിക്ക്. ക്ഷമിക്കാൻ? നാട്ടിൽ മുഴുവനേ ഞാനിപ്പം മരിച്ചവനാ. ഇതിനെ തുടർന്ന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിന്നറിയോ? ഞങ്ങളുടെ വടക്കേൽ ത്രേസ്യേച്ചെടുത്തി എന്നെ കണ്ട് പേടിച്ച് തല കറങ്ങി വീണു. എൻ്റെ അളിയൻ ബേബിക്കുട്ടൻ്റെ സംസാരശേഷി പോയി. വീട്ടിൽ പന്തൽ കെട്ടാൻ വന്ന ഗർവാസീസേ എന്നെ കണ്ട് പേടിച്ചോടി തോട്ടിച്ചാടി കാലൊടിഞ്ഞു. അവൻ്റെ പണിക്കാരൊക്കെ കൂടി പൊക്കിയെടുത്തപ്പോൾ ആശുപത്രി കൊണ്ടുപോയിരിക്കുക. എടാ, കേട്ട പാതി കേൾക്കാത്ത പാതി കാള പറ്റൂന്ന് അറിഞ്ഞ ഉടനെ കയറെടുക്കരുത്. ഒരു കാര്യം സത്യമാണോ എന്ന് വ്യക്തമായതിന് ശേഷമേ പബ്ലിസിറ്റിക്ക് ഇറങ്ങാവൂ. നിന്നോടൊക്കെ ഞാൻ ചത്തെന്ന് പറഞ്ഞത് ആരടാ? അത് എന്നോട് പറഞ്ഞത് ഇവന്മാരാ. അല്ല, എന്നോട് പറഞ്ഞത് ഇവനാണ്. അല്ല ചേട്ടാ, അതെ. ഇവനോട് പറഞ്ഞത് ആ ജോൺസൺ ചേട്ടനാണ്. ആ അതെ. അവനെയൊക്കെ എൻ്റെ കൈ കിട്ടിയാണ്ടല്ലോ. ഫോൺ എടുക്കാൻ മറന്നതുകൊണ്ടാ ഞാൻ അവനോട് എൻ്റെ വീട്ടിലൊന്ന് അറിയിച്ചാരെന്ന് പറഞ്ഞത്. ഛേ, നാശം പിടിക്കാൻ കാലിൽ മുഴുക്കനും ചെടിയായി. ഛേ, ഒന്ന് കഴുകട്ടെ. ഛേ. ഓ, സമാധാനമായി. അങ്ങനെ മല പോലെ വന്നത് എലി പോലെ പോയി. എടാ ആൻഡോ, എടാ എന്താ സംഭവിച്ചത്? ഈ ജോണിയേട്ടൻ മരിക്കാൻ വേണ്ടി എന്താ പ്രശ്നം അല്ല, ഉണ്ടായത്? ഇത് ഞാൻ പോയ പരിപാടി എല്ലാം മുടങ്ങി. അവസാനം ഞാനൊന്ന് താടി പഠിക്കാൻ നേരത്തെ ബാർബർ ഷോപ്പിൽ ഇരുന്നപ്പോഴാണ് ഈ ജോണിയേട്ടൻ മരിച്ച പേര് ഞാൻ അറിയുന്നത്. ഒന്ന് മാറിയേ. അയ്യോ, പ്രേതം. എന്താ പണി പാടിയില്ല? വെള്ളം കരുതേ ചേട്ടാ ചേട്ടാ. ചേട്ടാ ജോൺ ചേട്ടാ, പോയാ? ഇവനാ? ഇവനിതെന്തു പറ്റി? അത് ചേട്ടനെ കണ്ട് പേടിച്ചതാണ്. ജോൺസൺ ചേട്ടാ, ജോൺ ചേട്ടാ, നിങ്ങളെ ചേട്ടാ, ആ പുഴന്ന് കുറച്ച് വെള്ളം എടുത്ത് എന്റെ മുഖത്ത് കളിച്ചേ. ഞാനേ കുടിക്കാൻ കൊടുക്കാനായിട്ട് കടയിൽ പോയി കുറച്ച് വെള്ളം മേടിച്ചോണ്ട് വരാം. കേട്ടെ. ജോൺ ചേട്ടാ, 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 എടാ ഒന്ന് കുലുക്കി. ജോൺ ചേട്ടാ, ജോൺ ചേട്ടാ കണ്ണൂർന്നേ. ചേട്ടാ അത് പ്രേതമല്ലേ ചേട്ടാ? ജോൺ ചേട്ടാ, ആ മാറി മാറി. അതെ, ആ വെള്ളം തളി, വെള്ളം തളി. ചേട്ടാ എഴുന്നേറ്റ് ഇങ്ങോട്ട്. ഉഷാറായില്ല. എന്താ ചേട്ടാ? എന്ത് പറ്റിയേട്ടാ? എന്താ? പ്രേതം. ജോണിയേട്ടന്റെ പ്രേതം. പ്രേതോ? എവിടെ? കാലുഴണ ഞാൻ കണ്ടു. എന്റെ ചേട്ടാ, അതൊന്നും അത് പ്രേതം ചേട്ടാ, അല്ല. പ്രേതമല്ല. ചേട്ടന് തോന്നിയതാവും. ഓടി വരുന്നു. ഏ? ജോണിയേട്ടൻ ഓടി വരുന്നു. ചേട്ടാ അത് വെള്ളം കൊണ്ട് തന്നെയാണ് ജോണിയേട്ടൻ. ഇത് എന്നെ വിട്ടു പോകൂല. ഇത് എന്തൊക്കെയാണ് ഈ അവസാനമായിട്ട് പറയുന്നത്? കണ്ടത്. എന്റെ എന്റെ ദൈവം, ഇത് ചേട്ടാ, പോയാ? ചേട്ടന് കുടിക്കാൻ വെള്ളം കൊണ്ടുവന്നാണ്. എഴുന്നേറ്റ്. എഴുന്നേക്ക്. എഴുന്നേറ്റടാ. എടാ, നിങ്ങൾക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി എന്റെ കൊടുക്കാൻ പൊന്നു ചേട്ടാ, പറ്റില്ല. ഞങ്ങളിത് പറഞ്ഞിട്ട് കേൾക്കണ്ട. ഇതിങ്ങനെ തുരിതുരാ പറഞ്ഞുകൊണ്ടിരിക്കണല്ലേ? എന്നെ ഒന്നും ചെയ്യല്ലേ. എടാ ജോൺസ, എടാ ജോൺസ, ഞാൻ മരിച്ചിട്ടില്ല. എടാ, ഇത് ഇവന്മാർക്ക് പറ്റിയൊരു പെശകല്ലേ. ചേട്ടത്തി വെള്ളം കൊടുത്തേ. അനിയത് കുറച്ച് വെള്ളം കുടിച്ചേ. എനിക്ക് വെള്ളം ചേട്ടൻ വെള്ളം കുടി ചേട്ടാ. ആ കുടിക്കും. ഞാൻ കുടിക്കാം. ഇതുകൊണ്ടൊരു ഗുണമുണ്ടായി. ഞാനേ കുറച്ച് കാശ് ആ ഡൊമിനിക്കിന് കടം കൊടുത്തിരുന്നു. അത് കിട്ടൂലെന്ന് വിചാരിച്ചിരുന്നതാ. എന്നിട്ട്? ഇപ്പൊ എന്നെ കണ്ട പാടെ അവന്റെ പോക്കറ്റിൽ നിന്നെടുത്ത് എനിക്ക് ആ കാശ് തന്നു. കാരണം എന്താ? ഞാൻ പ്രേതമല്ലേ. ദൈവം മനുഷ്യനെ സരളഹൃദയനായി സൃഷ്ടിച്ചു. എന്നാൽ അവന്റെ സങ്കീർണ പ്രശ്നങ്ങൾ അവന്റെ തന്നെ സൃഷ്ടിയാണ്. സഭാപ്രസംഗകൻ 7-ാം അധ്യായം 29-ാം വാക്യം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com.